ഡാറ്റ. നമുക്ക് ചുറ്റും എവിടെ നോക്കിയാലും ഡാറ്റയാണ്, അല്ലേ? അപ്പോൾ ഈ വിവരങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് കാര്യങ്ങൾ തരംതിരിച്ച് ഒരർത്ഥം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ ടൂൾ കിറ്റാണ് മെഷീൻ ലേണിംഗിലെ ക്ലാസിഫിക്കേഷൻ. ഇന്ന് നമ്മൾ ആ ടൂൾ ബോക്സ് ഒന്ന് തുറന്നു നോക്കാൻ പോവാണ്. റെഡിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരുന്ന ഇമെയിലുകളിൽ ഏതാണ് സ്പാം, ഏതാണ് അത്യാവശ്യമുള്ളതെന്ന് എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങാൻ നോക്കുമ്പോൾ ഇയാൾ ഇത് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് പ്രവചിക്കുന്നത്? ആപ്പിളിനെയും ഓറഞ്ചിനെയും വേർതിരിക്കുന്ന അത്ര സിമ്പിളായി തോന്നുന്ന കാര്യങ്ങൾ മുതൽ ഇതുപോലുള്ള സങ്കീർണമായ കാര്യങ്ങൾ വരെ, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ ഒരു ടെക്നോളജി, അതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. ഇതൊരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് രീതിയാണ്. അതായത് നമ്മൾ മെഷീന് കുറേയധികം ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് ആപ്പിളാണ്, ഇത് ഓറഞ്ചാണ് എന്നൊക്കെ പറഞ്ഞ് ലേബിൾ ചെയ്ത് ഡേറ്റ. എന്നിട്ട് ആ പഠിച്ച അറിവ് വെച്ച് ഒരു പുതിയ സാധനം കാണിക്കുമ്പോൾ അത് ഏത് വിഭാഗത്തിൽ പെടും എന്ന് മെഷീൻ പ്രവചിക്കും. ചുരുക്കി പറഞ്ഞാൽ പഴയത് കണ്ട് പുതിയതിനെപ്പറ്റി പഠിക്കുന്നു. ശരി, നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെ ആയുധമെടുക്കാം. ഇതിന്റെ പേരാണ് ലേണിംഗ് ബൈ എക്സാമ്പിൾ, അതായത് ഉദാഹരണങ്ങൾ നോക്കി പഠിക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിതല്ലേ? അറിയാവുന്ന കാര്യങ്ങളുമായി ഒത്തുനോക്കി പുതിയൊരു കാര്യത്തെ മനസ്സിലാക്കുക. ഈ രീതിക്ക് രോമന പേരുണ്ട്, ലേസി ലേണിംഗ്, ഒരു മടിയനെ പോലെ. കാരണം എന്താണെന്നോ? ട്രെയിനിങ് സമയത്ത് ഈ മോഡൽ കാര്യമായൊന്നും ചെയ്യുന്നില്ല. കിട്ടിയ ഡേറ്റയൊക്കെ അങ്ങ് ഓർമ്മയിൽ വെക്കുകയുള്ളൂ. എന്നിട്ട് എപ്പോഴാണോ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, അതായത് ഒരു പ്രഡിക്ഷൻ നടത്താൻ ആവശ്യപ്പെടുന്നത്, അപ്പം മാത്രമാണിത് പണി തുടങ്ങുന്നത്. ഈ ലേസി ലേണിംഗിലെ ഏറ്റവും പോപ്പുലറായ അൽഗോരിതമാണ് കെ നിയറസ്റ്റ് നെയ്ബേഴ്സ്, അല്ലെങ്കിൽ KNN. ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നോ? വെറും 5 സ്റ്റെപ്പുകൾ. ഒന്നാമത്, നമ്മൾ എത്ര അയൽക്കാരെ നോക്കണം എന്ന് തീരുമാനിക്കും. അതാണ് ആ K. പിന്നെ പുതിയതായി വന്ന പോയിന്റിൽ നിന്ന് പഴയ ഓരോ പോയിന്റിലേക്കുമുള്ള ദൂരം കണ്ടുപിടിക്കും. മൂന്നാമതായി, ഏറ്റവും അടുത്തുള്ള ആ K അയൽക്കാരെ തിരഞ്ഞെടുക്കും. നാലാമത്, ഈ അയൽക്കാരിൽ ആരൊക്കെ ഏത് ഗ്രൂപ്പിലാണെന്ന് എണ്ണി നോക്കും. അവസാനം ഭൂരിപക്ഷം ആരുടെ കൂടെയാണോ ആ ഗ്രൂപ്പിലേക്ക് പുതിയ ആളെയും അങ്ങ് ചേർക്കും. ഒരുതരം ജനാധിപത്യം പോലെ. വാ, നമുക്കൊരു ഉദാഹരണം വെച്ച് ഇത് നോക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് പഴങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും തൂക്കവും നിറവും നമുക്കറിയാം. ചിലത് ആപ്പിളാണ്, ചിലത് ഓറഞ്ചാണ്. ഇതാണ് നമ്മുടെ ട്രെയിനിങ് ഡേറ്റ, മെഷീൻ പഠിക്കാൻ പോകുന്ന പാഠപുസ്തകം. അപ്പോൾ ദാ വരുന്ന ഒരു പുതിയ പഴം. അതിൻ്റെ തൂക്കവും നിറവും വെച്ച് നമ്മുടെ അൽഗോരിതം എന്തു ചെയ്യും? നമ്മുടെ കയ്യിലുള്ള ഓരോ പഴയ പഴവുമായിട്ടുള്ള ദൂരം അളക്കും. നമ്മൾ K=3, അതായത് 3 അയൽക്കാരെ നോക്കാൻ തീരുമാനിച്ചാൽ ഏറ്റവും അടുത്തുള്ള 3 എണ്ണത്തിനെ അത് കണ്ടെത്തും. നോക്കുമ്പോൾ എന്താ കാണുന്നത്? 2 എണ്ണം ആപ്പിളാണ്, 1 എണ്ണം ഓറഞ്ചും. അപ്പോൾ ഭൂരിപക്ഷം ആർക്കാ? ആപ്പിളിന്. സിമ്പിൾ. പുതിയ പഴം ഒരു ആപ്പിളാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. കണ്ടോ? ഇത്രയുള്ളൂ കാര്യം. ശരി, നമ്മുടെ ടൂൾ കിറ്റിലെ രണ്ടാമത്തെ ഉപകരണത്തിലേക്ക് കടക്കാം. ലേണിംഗ് വിത്ത് റൂൾസ്, അതായത് നിയമങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. ഇവിടെ നമ്മൾ ഡേറ്റയിൽ നിന്ന് മനുഷ്യർക്കു പോലും വായിച്ചാൽ മനസ്സിലാകുന്ന വ്യക്തമായ ചില റൂൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ഓരോ ദിവസത്തെയും കാലാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു, അന്ന് ടെന്നീസ് കളിക്കാൻ പോയോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേ വിവരങ്ങൾ. ഒറ്റനോട്ടത്തിൽ ആകെ കൺഫ്യൂഷനാവുന്ന കുറേ ഡേറ്റ, അല്ലേ? ഇങ്ങനൊരു ടേബിളിൽ നിന്ന് കളിക്കാൻ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള എന്തെങ്കിലും ഒരു നിയമം, ഒരു റൂൾ ഒരു മെഷീനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പാറ്റേൺ ഒളിഞ്ഞിരിപ്പുണ്ടോ? അതിനുള്ള ഉത്തരമാണ് ഡിസിഷൻ ട്രീ. ഇതൊരു അടിപൊളി അൽഗോരിതമാണ്. ഇതെന്തു ചെയ്യുമെന്നോ? ഈ ഡേറ്റയെ മുഴുവൻ അരിച്ചു പെറുക്കി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് സ്വയം കണ്ടെത്തും. ഈ ഉദാഹരണത്തിൽ പുറത്തെ കാലാവസ്ഥ എങ്ങനെ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമെന്ന് അത് തിരിച്ചറിയുന്നു. ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഡേറ്റയെ 2 വലിയ ഗ്രൂപ്പുകളാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ആ ഡിസിഷൻ ട്രീ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിലെ ഓരോ വഴിയും ഓരോ സിമ്പിൾ റൂളായി നമുക്ക് മാറ്റിയെഴുതാം. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന ഐ ദെൻ നിയമങ്ങൾ. നോക്കൂ, ഐ കാലാവസ്ഥ ഓവർകാസ്റ്റ് ആണെങ്കിൽ ദെൻ ടെന്നീസ് കളിക്കാം. ഐ കാലാവസ്ഥ സണ്ണിയാണ്, ഒപ്പം ഹ്യൂമിഡിറ്റി കൂടുതലുമാണെങ്കിൽ ദെൻ കളിക്കണ്ട. കണ്ടോ? എത്ര വ്യക്തമായ, നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന നിയമങ്ങൾ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ടൂളിലേക്ക് പോകാം. ലേണിംഗ് വിത്ത് ബൗണ്ടറീസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡേറ്റയിലെ പല ഗ്രൂപ്പുകളെയും വേർതിരിക്കാൻ നമ്മളിവിടെ അതിർത്തികൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ പ്രധാന കളിക്കാരനാണ് സപ്പോർട്ട് വെക്ടർ മെഷീൻ, അഥവാ SVM. ഇതിന്റെ പണിയെന്താണെന്നോ? 2 ഗ്രൂപ്പുകളെ തമ്മിൽ വേർതിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വര ഏതാണോ അത് കണ്ടുപിടിക്കുക. വെറുമൊരു വരയല്ല, 2 ഗ്രൂപ്പിൽ നിന്നും പരമാവധി അകലം പാലിച്ച് ഏറ്റവും സേഫായിട്ടുള്ള ഒരു അതിർത്തി രേഖ. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർപ്ലെയിൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്.
ജീവിതം എപ്പോഴും ഒരു നേർരേഖയല്ലല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് ഡേറ്റയും. പലപ്പോഴും ഡേറ്റ ഇങ്ങനെ കൂടിക്കുഴഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ ഒരു നേർരേഖ വരച്ചിട്ട് എന്ത് കാര്യം? അത് വെച്ച് ഇവരെ വേർതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവിടെയാണ് SVMന്റെ ഒരു മാന്ത്രിക വിദ്യ വരുന്നത്. അതിന്റെ പേരാണ് കേർണൽ ട്രിക്ക്. ഇത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ്. വേർതിരിക്കാൻ പറ്റാതെ കിടക്കുന്ന ഈ 2D ഡേറ്റയെ അത് ഉയർന്ന ഒരു ഡയമെൻഷനിലേക്ക്, ഒരു 3D സ്പേസിലേക്ക് കൊണ്ടുപോകും. ഒരു പേപ്പറിൽ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന പോയിന്റുകളെ നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നത് പോലൊന്ന് സങ്കല്പിച്ചു നോക്കും. ആ ഉയർന്ന ലോകത്ത് വെച്ച് നോക്കുമ്പോൾ ഇവരെ വേർതിരിക്കാൻ ഒരു പ്രതലം, ഒരു ഷീറ്റ് വെച്ച് സിമ്പിളായിട്ട് വേർതിരിക്കാം. ഇനി നമ്മുടെ ടൂൾ കിറ്റിലെ 4ാമത്തെയും അവസാനത്തെയും ഉപകരണത്തിലേക്ക്. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ലേണിംഗ് വിത്ത് പ്രോബബിലിറ്റീസ് അഥവാ സാധ്യതകൾ ഉപയോഗിച്ച് പഠിക്കുക. ഇവിടെ നമ്മൾ ബയേസിയൻ ബിലീഫ് നെറ്റ്വർക്ക് എന്ന ആശയത്തെയാണ് പരിചയപ്പെടുന്നത്. ഇത് ഓരോ സംഭവങ്ങളും തമ്മിലുള്ള സാധ്യതകളുടെ ഒരു ശൃംഖലയാണ്. ഉദാഹരണത്തിന്, വീട്ടിലൊരു മോഷണം നടന്നാൽ അലാം അടിക്കും. അല്ലെങ്കിൽ ഒരു ഭൂകമ്പമുണ്ടായാലും അലാം അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളും അവയുടെ ഫലവും തമ്മിലുള്ള ബന്ധത്തെ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ഈ നെറ്റ്വർക്ക് കാണിച്ചു തരും. വെറുതെ വര മാത്രമല്ല, ഈ നെറ്റ്വർക്കിലെ ഓരോ സംഭവത്തിനും അതിൻ്റേതായ ഒരു പ്രോബബിലിറ്റി ടേബിൾ ഉണ്ടാകും. അതായത്, മോഷണം നടന്നാൽ അലാം അടിക്കാൻ എത്ര ശതമാനം സാധ്യതയുണ്ട്, ഭൂകമ്പമുണ്ടായാലോ, രണ്ടും ഒരുമിച്ച് നടന്നാലോ, ഈ നമ്പറുകളെല്ലാം ആ ടേബിളിലുണ്ടാകും. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ കണക്കുകൾ ഉപയോഗിച്ച് നേരിടാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ 4 തരം ടൂളുകൾ കണ്ടു. ഇനി ചോദ്യം ഇതാണ്: ഏത് സാഹചര്യത്തിൽ ഏത് ടൂളാണ് എടുക്കേണ്ടത്? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ആദ്യത്തേത് ലേണിംഗ് ബൈ എക്സാമ്പിൾ. അതിന്റെ മുദ്രാവാക്യം നിങ്ങളുടെ അയൽക്കാരാരാണോ അതുതന്നെയാണ് നിങ്ങളും എന്നതാണ്. സിമ്പിൾ കാര്യങ്ങൾക്കും വേഗത്തിലൊരു മോഡൽ ഉണ്ടാക്കാനും ഇത് ബെസ്റ്റാണ്. രണ്ടാമത്തേത് ലേണിംഗ് വിത്ത് റൂൾസ്. ഈ ഫ്ലോ ചാർട്ട് നോക്കി പോയാൽ മതി എന്ന് പറയുന്ന പോലത്തെ ഒരു രീതി. എന്തുകൊണ്ട് ഒരു തീരുമാനമെടുത്തുവെന്ന് വ്യക്തമായി അറിയണമെങ്കിൽ ഡിസിഷൻ ട്രീകളാണ് നല്ലത്. മൂന്നാമത്തേത് ലേണിംഗ് വിത്ത് ബൗണ്ടറീസ്. അവർക്കിടയിൽ ഒരു വര വരയ്ക്കുക എന്നതാണ് ഇതിന്റെ തത്വം. കോംപ്ലക്സ് ഡേറ്റയിൽ നിന്ന് മാക്സിമം കൃത്യത വേണമെന്നുണ്ടെങ്കിൽ SVM ഒരു രക്ഷകനാണ്. അവസാനമായി ലേണിംഗ് വിത്ത് പ്രോബബിലിറ്റീസ്. എന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന ചോദ്യമാണിത് ചോദിക്കുന്നത്. കാര്യങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്ത, അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ബയേസിയൻ നെറ്റ്വർക്കുകൾ വളരെ ഉപകാരപ്പെടും. ഇനി നമ്മളിന്ന് കേൾക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾ, ഡീപ്പ് ലേണിംഗ് മോഡലുകളൊക്കെയോ? സത്യത്തിൽ അവ നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം തന്നെ, പക്ഷേ വളരെ സങ്കീർണമായ രീതിയിൽ ഒരുമിച്ച് ചേർത്തുപയോഗിക്കുന്നു. ബാക്ക് പ്രൊപ്പഗേഷൻ എന്നൊരു പ്രത്യേക പ്രോസസ്സിലൂടെയാണ് അവ സ്വയം പഠിച്ചെടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലെത്തുന്നത്. നമ്മുടെ മോഡലുകൾ കൂടുതൽ ശക്തമാവുന്നു, പക്ഷേ അവ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലെത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അവയൊരു ബ്ലാക്ക് ബോക്സായി മാറുന്നു. അപ്പോൾ ചോദ്യമിതാണ്: നമുക്ക് വേണ്ടത് 100% കൃത്യതയാണോ, അതോ ആ തീരുമാനം എങ്ങനെ എടുത്തുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു മോഡലാണോ? എവിടെയാണ് നമ്മൾ ആ ഒരു അതിർവരമ്പ് വരയ്ക്കേണ്ടത്? കൃത്യതയ്ക്കു വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിലാക്കാനുള്ള കഴിവിന് ബലി കൊടുക്കണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ?